വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം അസംബ്ലി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥികളുമായി നടത്തിയ നേർക്കുനേർ പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും ഫലപ്രദമായ ചർച്ചകൾ കൊണ്ടും ശ്രദ്ധേയമായി. വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിലെ നെല്ലിമൂട്ടിൽ നടന്ന പരിപാടിയിൽ വൈക്കം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ സൈഫുദ്ദീൻ വൈക്കത്തിന്റെ സുസ്ഥിരവും സമഗ്രവുമായ വികസന രേഖ അവതരിപ്പിച്ചു. കാർഷിക മേഖലയുടെ വികസനം, വേമ്പനാട്ടുകായലിന്റെ തനതവസ്ഥ വീണ്ടെടുക്കൽ, ഉൾനാടൻ ജലപാതകൾ സംരക്ഷിക്കൽ, വിനോദസഞ്ചാരം തുടങ്ങി എല്ലാ മേഖലകളുടെയും ആവശ്യമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരുന്നു വികസന രേഖ. NDA സ്ഥാനാർത്ഥി K അജിത്, LDF സ്ഥാനാർത്ഥി P പ്രദീപ് എന്നിവർ വൈക്കത്തിന്റെ വികസനം സംബന്ധിച്ച അവരുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി. തുടർന്ന് നടന്ന ചർച്ചയിൽ സമൂഹത്തിലെ വിവിധ മേഖലയിൽ നിന്നുള്ളവരും പങ്കെടുത്തു. VMA സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് P വേണു, സ്ഥാപക പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ NK ശശിധരൻ, ഉഷാദേവി, രൂപേഷ് മേനോൻ എന്നിവർ VMAയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. ലൗജൻ, രാജൻ കൃഷ്ണപിള്ള തുടങ്ങിയവർ വിവിധ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. വളരെ നല്ല നിലയിൽ അവർ അത് ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ കാർഷിക മേഖല പ്രധാനമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് മാനേജ് ചെയ്യുന്നത്. ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഗവൺമെന്റിന് തന്നെ വലിയ സ്വാധീനമുണ്ട് ജപ്പാനിൽ. അപ്പൊ അങ്ങനെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതുപോലൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. ആ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയണം. പിന്നെ ഇവിടെ എല്ലാവരും പറയും വൈക്കത്ത് എന്ത് വ്യവസായമുള്ളതെന്ന്. വ്യവസായം മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ സൂചകം അല്ല. നമുക്ക് വ്യവസായത്തിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യവസായം വരണം. പക്ഷേ അതിനപ്പുറം ഒരുപാട് റിസോഴ്സസ് നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ പണ്ട് ഈ വൈക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലഗതാഗതത്തിൻ്റെ ഒരു ഹബ്ബായിരുന്നു. i4A ന്യൂസ്, വൈക്കം.